ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓല ബൈക്ക് ടാക്സി ഡ്രൈവർ ആപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതിനകത്ത് എത്ര രൂപ ഇൻസെൻറ്റീവ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ഓല ഡ്രൈവർ എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓല ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ബൈക്കിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ബൈക്കുണ്ട്, ഫുഡ് ഡെലിവറി ഉണ്ട്, ബൈക്ക് പാഴ്സലുണ്ട്. നമുക്കിത് ആവശ്യമുള്ള സമയത്ത് എനേബിൾ ചെയ്തിടാം, ആവശ്യമില്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അപ്ലൈ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓഫ്ലൈനാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്ത് നമുക്ക് ഓൺലൈനിൽ പോവാം. ഇപ്പോൾ നമ്മൾ ഓൺലൈനാണ്, നമുക്കിപ്പോൾ ട്രിപ്പ് വരും. ഇനി നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും റൈറ്റിലേക്ക് മൂവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ, നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്താൽ ആ ഏരിയയിലേക്കുള്ള ട്രിപ്പ് നമുക്ക് ഓല തരും. അങ്ങനെ ഒരു ഫീച്ചേഴ്സ് ഇവിടെയുണ്ട്. ഓണാക്കിയ ട്രിപ്പ് വരുന്നു. ഓലയിലെ ട്രിപ്പ് വരുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസാണ് കാണിക്കുന്നത്. ഇപ്പം 800 മീറ്ററുണ്ട് ഈ ട്രിപ്പ് പിക്കപ്പ് ചെയ്യാൻ. 3 മിനിറ്റ്, 28 കിലോമീറ്റർ ഉണ്ട്, 74 മിനിറ്റും ഉണ്ട്. ഷാദ്രയ്ക്കാണ് ആ ട്രിപ്പ് വന്നത്. അപ്പോൾ ഇവിടുന്ന് ഗോ ടു ഓൺ ചെയ്താൽ നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് ഈ ട്രിപ്പ് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൽ ഏറ്റവും റോസ്റ്റ് ആപ്ലിക്കേഷനായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഓലയാണ്. ഇതിനകത്തൊരു ഡീറ്റെയിലും കാണിക്കുന്നില്ല, ഒരു കസ്റ്റമർ സപ്പോർട്ടും ഇല്ല, ഒന്നുമില്ല. ഇതിപ്പോൾ ഓലയിൽ -15 വെച്ച് ഡെയിലി പ്ലാറ്റ്ഫോം ഫീസ് കട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ 90 രൂപ കിടക്കുന്നത്. ഇതിന് 90 രൂപ ഞാൻ ഓലയ്ക്ക് പേ ചെയ്യണം. ഇവിടെ ഈ ബാലൻസിൻ്റെ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. 7 മെയ്യിൽ 10:15 PM ട്രിപ്പ് എടുത്തത് ലാസ്റ്റ് 64 മുതൽ 67 രൂപ. ഇത് നമ്മൾ വെറുതെ കസ്റ്റമറോട് അടി ഉണ്ടാക്കേണ്ടി വരും. ചില ആൾക്കാർ 64 തരും, ചില ആൾക്കാർ 67 തരും. ഇത് റൗണ്ട് ചെയ്ത് ഏതെങ്കിലും ഒരേ എമൗണ്ട് കാണിക്കാനുള്ളതിന് ഒന്നെങ്കിൽ 64 അല്ലെങ്കിൽ 67, ഏതെങ്കിലും ഒന്ന് കാണിക്കാനുള്ളത് 2 എമൗണ്ട് കാണിക്കും. പിന്നെ ഇൻസെൻറ്റീവ്, ഓലയിൽ എല്ലാ ആഴ്ചയിലും ഈ ഒരു ഇൻസെൻറ്റീവ് തന്നെയാണ്. ഇപ്പം 110 ഓർഡറിന് 1000 രൂപ ഇൻസെൻറ്റീവ്. പിന്നെ 8 ട്രിപ്പിന് 40 രൂപ. കഴിഞ്ഞ ആഴ്ചക്ക് 150 രൂപ, 15 ട്രിപ്പിന് 150 രൂപ വരെ ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 8 ട്രിപ്പിന് 40 രൂപ, 10 ട്രിപ്പിന് 60 രൂപ, 12 ട്രിപ്പിന് 100 രൂപ. ഇത്രയുമാണ് ഈ ആഴ്ചത്തെ ഇൻസെൻറ്റീവ്. അപ്പോൾ നമ്മൾ 100 ട്രിപ്പ് എടുക്കുവാണെങ്കിൽ നമുക്ക് 700, 1700 രൂപ. 110 ട്രിപ്പ് എടുത്താൽ നമുക്ക് 1700 രൂപ ഇൻസെൻറ്റീവ് എടുക്കാൻ പറ്റും. പക്ഷേ ഈ ഓലയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ കിട്ടത്തില്ല. വന്നു പോയി, ഇതാ വന്നു ഇതാ പോയി എന്ന് പറഞ്ഞ പോലെ ട്രിപ്പ് വരും, ആരെങ്കിലുമൊക്കെ എടുക്കും, പോവും. നമുക്ക് കിട്ടിയാൽ കിട്ടി, ആ ഒരു രീതിയാണ് ഓലയിൽ. അത് കാരണം ഞാൻ ഓല അങ്ങനെ എപ്പോഴും ലോഗിൻ ചെയ്യാറില്ല. ഇവിടെ സൺഡേ വരെ ഇൻസെൻറ്റീവ് ഉണ്ട്. എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച മോർണിംഗ് മുതലാണ് ട്രിപ്പ് ഇൻസെൻറ്റീവ് ഒക്കെ ആഡാവുന്നത്. ഒരു വീക്കായിട്ട് കണക്ക് കൂട്ടുന്നത് സൺഡേ വരെയാണ്. മൺഡേ മുതൽ സൺഡേ നൈറ്റ് വരെയാണ് 1 വീക്കായിട്ട് കണക്ക് കൂട്ടുന്ന എല്ലാ ബൈക്ക് ടാക്സി ആപ്ലിക്കേഷൻ. പിന്നെ ഇവിടെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഇവർ ഓരോ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. ഓഫർ ഉണ്ട്, ഫ്ലാറ്റ് 100 ഡെയിലി ബോണസ് എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഓലയുടെ എൻ്റെ പ്രൊഫൈല്. ഇത് 3-നകത്ത് നമുക്ക് RC, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത്ര ഐറ്റമാണ് നമുക്ക് വേണ്ടത്, ജോയിൻ ചെയ്യാനായിട്ട് വേണ്ടത്. ഇപ്പം നിലവിൽ ചെന്നൈയിലും ബാംഗ്ലൂരും പൂനെ ഇവിടെയൊക്കെ ബൈക്ക് ടാക്സി ഓടുന്നുണ്ട്. കൊൽക്കത്ത, ഡൽഹി, മുംബൈയിലൊക്കെ പ്രശ്നമാണ്. ബാക്കി എല്ലായിടത്തും പ്രശ്നമാണ്. ഇപ്പോൾ ഡൽഹി മാത്രമേ ഉള്ളൂ അധികം പ്രശ്നമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏൺ വിത്ത് ഓല ഇലക്ട്രിക് ഒക്കെ എടുക്കാൻ പറയുന്നുണ്ട്. അതൊന്നും എടുക്കരുത്, പണിയാണ്. ഓല ഇലക്ട്രിക്കിൻ്റെ ഷോറൂമിൽ പോയി അറിയാം എത്രയോ വണ്ടികളാണ് കംപ്ലൈൻ്റ് ആയിട്ട് തിരിച്ചു വരുന്നത്. പിന്നെ ഒബൻ ഡ്രോറിൻ്റെ വണ്ടിയുണ്ട്, അതൊന്ന് നോക്കണം എങ്ങനെയുണ്ടെന്ന്. പിന്നെ വെഹിക്കിൾ ഇൻഷുറൻസ്, ആഡ് ന്യൂ വെഹിക്കിള്, റെഫറായ ഡ്രൈവർ,
പാർട്ട്ണർ കെയർ, ചേഞ്ച് കാറിലേക്ക് ചേഞ്ച് ചെയ്യാൻ, അങ്ങനെ കുറേ നിരവധി ഓപ്ഷൻസ് ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഓലയുടെ ഇൻ്റർഫേസ്. ആണല്ലേ, ഓലയിലെ ഗ്രോസറി ഡെലിവറി, ഫുഡ് ഡെലിവറി ഞാൻ മുമ്പ് എനേബിൾ ചെയ്തുകൊണ്ട് അതിൻ്റെ ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നത്. റോഡ് റെവല്യൂഷൻ 42 കിലോമീറ്ററിന് 25 രൂപ അത്രയായിരുന്നു. ഫുഡ് ഡെലിവറിക്ക് നല്ല പൈസ ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ ഓലയിൽ. ഇല്ല, 2.6 കിലോമീറ്ററിന് 37 + 15 47 5 52 രൂപ ഈ ഒരു ട്രിപ്പിന് കിട്ടും. സെപ്റ്റോ സൂപ്പർ സ്റ്റോർ ഗ്രോസറി ഡെലിവറി. സെപ്റ്റോയുടെ സ്റ്റോറിൽ പോയി നമ്മൾ സാധനം എടുത്തിട്ട് ചത്തർപ്പൂർ കൊണ്ട് കൊടുക്കണം. പിക്കപ്പ് തൊട്ടടുത്ത് നിന്നാണ്. ഡെലിവറി 8 മിനിറ്റ് കൊണ്ട് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് 50 രൂപ ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ട്രിപ്പ് നോക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും ഈ ട്രിപ്പ് തന്നെ വന്നുകൊണ്ടിരിക്കണമെന്നില്ല. നമ്മൾ രാവിലെ ഒരു 10-12 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1000 രൂപ 1500 രൂപ ഓടിയെടുക്കാൻ പറ്റും. പിന്നെ നാട്ടിൽ നിന്ന് ഒരാൾ വന്ന് ഇവിടെ വർക്ക് ചെയ്യുമ്പം നമുക്ക് റൂം എക്സ്പെൻസ്, ഫുഡിൻ്റെ എക്സ്പെൻസ്, പിന്നെ പെട്രോൾ, ഇത്രയും ചിലവ് ഭയങ്കര ചിലവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 10-20 രൂപയെ മിച്ചം കിട്ടത്തുള്ളൂ. അതാണ് മെയിൻ പ്രശ്നം നാട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക്. പിന്നെ ഇവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പാർട്ട് ടൈമായിട്ട് ചെയ്യാൻ പറ്റിയൊരു ജോബാണ് ഈ ബൈക്ക് ടാക്സിയും ഫുഡ് ഡെലിവറിയും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് പെർമനൻ്റായിട്ട് ചെയ്യാൻ പറ്റിയൊരു ജോബായിട്ട് എനിക്ക് തോന്നുന്നില്ല. പാർട്ട് ടൈമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ജോബായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്തുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ബാംഗ്ലൂരും ഡൽഹിയിലും ഒക്കെ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പം ഇത്രയുമാണ് നമ്മുടെ ബൈക്ക് ടാക്സി ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.